Good morning, dear students. അപ്പോൾ നമ്മൾ ലീനിയർ മെത്തേഡ്സ് ഓഫ് സെറ്റിംഗ് ഔട്ട് ഓഫ് സിമ്പിൾ കർവ്സ് നമ്മളിവിടെ നിർത്താണ്. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ആംഗുലാർ മെത്തേഡ്സ് ഫോർ സെറ്റിംഗ് ഔട്ട് ഓഫ് സിമ്പിൾ കർവ്. There are three angular methods, that is Rankine's method of deflection angles, then two-theodolite method, and tachyometric method. These are the angular methods of setting out of simple curve. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ന് റാങ്കൈൻസ് മെത്തഡാണ് പറയാൻ പോകുന്നത്. ടു തിയോഡലൈറ്റ് മെത്തഡ് ആൻഡ് ടാക്യോമെട്രിക് മെത്തഡ് നമ്മളൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ റാങ്കൈൻസ് മെത്തഡാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. റാങ്കൈൻസ് മെത്തഡ്. അപ്പോൾ ഇതിൽ നമ്മളൊരു ആംഗിൾ ഡിഫൈൻ ചെയ്യാണ്. നമുക്കറിയാം ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ഒരു സിമ്പിൾ കേർവിൻ്റെ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മുടെ കേർവെങ്കിൽ. ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ വെർട്ടെക്സിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ്. ഓക്കെ, ഇവിടെ ഞാനൊരു ടേം എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഡിഫ്ലക്ഷൻ ആംഗിൾ ഓഫ് എ പോയിൻ്റ്. ഡിഫ്ലക്ഷൻ ആംഗിൾ ഓഫ് എ പോയിൻ്റ് ഓൺ എ കർവ്. ഡിഫ്ലക്ഷൻ ആംഗിൾ ഓഫ് എ പോയിൻ്റ് ഓൺ എ കർവ്. ഈ ഡെൽറ്റ എസ് ഡിഫ്ലക്ഷൻ ആംഗിൾ ഓഫ് ദിസ് സിമ്പിൾ കർവ്. ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന ആംഗിൾസ് ഡിഫ്ലക്ഷൻ ആംഗിൾ ഓഫ് എ പോയിൻ്റ് ഓൺ എ കർവ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ നേരത്തെ നമ്മൾ പറയുന്നത് പോലെ ഒരുപാട് സർവേ സ്റ്റേഷൻസ് നമ്മുടെ കേർവിലുണ്ട്. ഫസ്റ്റ് പോയിൻ്റ് എ ആണെന്ന് വിചാരിക്കുക, സെക്കൻഡ് പോയിൻ്റ് ബി, സി, ഡി, ഇ, ഇങ്ങനെ ഒരുപാട് സർവേ പോയിൻറ്റ്സ് നമ്മുടെ കർവിലുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പോയിൻ്റ് എയിലേക്കുള്ള ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റിയർ ടാൻജൻറ്റും ഈ എയിലേക്കുള്ള കോഡും തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ്. അതിന് നമുക്ക് ക്യാപിറ്റൽ ഡെൽറ്റ 1 എന്ന് വിളിക്കാം. ഫസ്റ്റ് പോയിന്റിലേക്ക് ആയതുകൊണ്ട് 1 സബ്സ്ക്രിപ്റ്റ് കൊടുത്തു, ഡിഫ്ലക്ഷൻ ആയതുകൊണ്ട് ഡെൽറ്റ എന്ന് കൊടുത്തു. അപ്പോൾ ഡിഫ്ലക്ഷൻ ആംഗിൾ ഓഫ് പോയിന്റ് എ എന്ന് പറഞ്ഞാൽ റിയർ ടാൻജൻറ്റും ആ പോയിന്റിലേക്കുള്ള കോഡും തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ്. അപ്പോൾ ഡിഫ്ലക്ഷൻ ആംഗിൾ ഓഫ് എനി പോയിന്റ് ഓൺ എ കർവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ കോഡ് ടു ദാറ്റ് പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു ദി റിയർ ടാൻജൻറ്റ്. അപ്പോൾ ബി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്തായിരിക്കും? ഈ ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമ്മളൊരു കോഡ് വരിക. ആ കോഡും ഈ റിയർ ടാൻജൻറ്റ് T1 വിയും തമ്മിലുള്ള ആംഗിൾ അറ്റ് T1, അതിനെയായിരിക്കും നമ്മൾ ബി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റിലേക്കുള്ള ഡിഫ്ലക്ഷൻ ആയതുകൊണ്ട് അതിനെ നമുക്ക് ഡെൽറ്റ 2 എന്ന് വിളിക്കാം. ഇതുപോലെ ഏതൊരു പോയിന്റിലേക്കുള്ള ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആ പോയിന്റിലേക്കുള്ള കോഡും നമ്മുടെ T1 വി എന്ന് പറയുന്ന റിയർ ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിളിനാണ് നമ്മൾ ഡിഫ്ലക്ഷൻ ആംഗിൾ ടു ദാറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡിയുടെ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്തായിരിക്കും? ഡിയുടെ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഡിയിലേക്ക് നമ്മളൊരു കോഡ് വരിക. ആ കോഡും ഈ റിയർ ടാൻജൻറ്റും തമ്മിലുണ്ടാക്കുന്ന ആംഗിളായിരിക്കും ഡി എന്ന് പറയുന്ന പോയിന്റ് ഡിഫ്ലക്ഷൻ ആംഗിൾ. ഓക്കെ, അപ്പോൾ ഈ റാങ്കൈൻസ് മെത്തേഡിൽ നമ്മൾ ഈ ഡിഫ്ലക്ഷൻ ആംഗിൾ വെച്ചിട്ടാണ് കർവ് സെറ്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡിഫ്ലക്ഷൻ ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്ക് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ആ കർവ് ഒന്നുകൂടെ വരക്കുകയാണ്. ഇതാണെന്ന് വിചാരിക്കുക നമ്മുടെ കർവ്. T1 ആണ്. ഇങ്ങനെ പോവാണ് നമ്മൾ റിയർ ടാൻജൻറ്റ്. എ എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ട്, ബി, സി. തൽക്കാലം നമുക്ക് 3 പോയിൻ്റ് മാത്രം മാർക്ക് ചെയ്യും. അപ്പോൾ ഈ എ എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ആംഗിളാണ് നമ്മുടെ ഡെൽറ്റ 1, ക്യാപിറ്റൽ ഡെൽറ്റ 1 എന്ന് വിചാരിക്കും. നമ്മൾ തൊട്ട് മുന്നത്തെ മെത്തഡിൽ ഇതേ ആംഗിളിന് നമ്മൾ സ്മോൾ ഡെൽറ്റ 1 എന്ന് വിളിച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ഇവിടെ ടാൻജൻഷ്യൽ, അതിന് മുന്നേ ഒന്നും വിളിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, ടാൻജൻഷ്യൽ ആംഗിൾ എന്ന് വിളിക്കാം. സ്മോൾ ഡെൽറ്റ ആംഗിൾസിനെ നമുക്ക് ടാൻജൻഷ്യൽ ആംഗിൾസ് എന്ന് വിളിക്കാം. അപ്പോൾ ഫോർ ദി ഫസ്റ്റ് പോയിന്റ് ഈ ടാൻജൻഷ്യൽ ആംഗിളും ഡിഫ്ലക്ഷൻ ആംഗിളും സെയിം ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ് എടുക്കുക. സെക്കൻഡ് പോയിന്റ് ബി എടുക്കുക. ബിയുടെ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ T1 എന്ന് ഞാൻ ബിയിലേക്കൊരു കോഡ് വരച്ചു. ഓക്കെ, അപ്പോൾ അതിലേക്കുള്ള ആ കോഡിലേക്കുള്ള നമ്മുടെ റിയർ ടാൻജൻറ്റ് എന്നുള്ള ആംഗിളാണ് ബിയുടെ ഡിഫ്ലക്ഷൻ ആംഗിൾ ഡെൽറ്റ 2. ഈ ഡെൽറ്റ 2 എനിക്ക് എങ്ങനെ കിട്ടും? അപ്പോൾ ഇത് ഡെൽറ്റ 1 ആണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ ഡെൽറ്റ 1ഉം ടാൻജൻഷ്യൽ ആംഗിൾ സ്മോൾ ഡെൽറ്റ 1ഉം ഈക്വലാണ്. നിങ്ങൾ തൊട്ട് മുന്നത്തെ പ്രോബ്ലം എടുത്ത് നോക്കിയാൽ മതി. ഈ VT1A ആംഗിളിനെ തന്നെയാണ് നമ്മൾ സ്മോൾ ഡെൽറ്റ 1 ഇതുവരെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഫോർ ദി ഫസ്റ്റ് പോയിന്റ്
capital delta 1 is equal to small delta 1. That is deflection angle is equal to tangential angle. ഇനി സെക്കൻഡ് പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആ പോയിന്റിലേക്ക് വരച്ച കോഡും നമ്മുടെ റിയർ ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിളാണ്. ഈ ആംഗിളിൻ്റെ വാല്യൂ എങ്ങനെ കിട്ടും? അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ കോഡ് പ്രൊഡ്യൂസ്ഡിൻ്റെ പ്രോബ്ലം ചെയ്തില്ലായിരുന്നോ? ബൈ ടേക്കിംഗ് ഓഫ്സെറ്റ് ഫ്രം കോഡ്സ് പ്രൊഡ്യൂസ്ഡ്, ആ ഒരു പ്രൊസീജിയർ നമ്മൾ അഡോപ്റ്റ് ചെയ്യാണ്. ഈ T1A കോഡിനെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യും. ഞാൻ വരക്കുന്നത് പോലെ തന്നെ വരച്ചു പോകണം. T1A കോഡിനെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ആ T1A കോഡും ഇവിടെ വരക്കുന്ന ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിൾ ഡെൽറ്റ 1 ആണെന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇവിടെ വരക്കുന്ന ടാൻജൻറ്റും ഈ A to B നമ്മൾ വരക്കുന്നൊരു കോഡ് ഉണ്ടാവില്ലേ, ആ കോഡും തമ്മിലുള്ള ആംഗിൾ ഡെൽറ്റ 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ 2 ഇസ് ഈക്വൽ ടു ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 2 ആയിരിക്കും. ഈ ഡെൽറ്റ 1ഉം ഡെൽറ്റ 2 നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ തൊട്ട് മുന്നത്തെ പ്രോബ്ലം നോക്കുക. ഡെൽറ്റ 1 എന്ന് പറഞ്ഞാൽ ഈ കോഡ് പ്രൊഡ്യൂസ്ഡും ഇവിടെ നമ്മൾ വരക്കുന്ന ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിൾ. ഡെൽറ്റ 2 എന്ന് പറഞ്ഞാൽ ആ ടാൻജൻറ്റും A to B നമ്മൾ വരക്കുന്ന കോഡും തമ്മിലുള്ള ആംഗിൾ. അപ്പോൾ ഈ ക്യാപിറ്റൽ ഡെൽറ്റ 2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു സ്മോൾ ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 2. ഓക്കെ, ഇനി നമ്മൾ C എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ ഡിഫ്ലക്ഷൻ ആംഗിൾ കാണണമെങ്കിൽ ഈ ആംഗിളായിരിക്കും. C തേർഡ് പോയിൻ്റാണ്. സോ ഡെൽറ്റ 3 ആണ് വരിക. ഡെൽറ്റ 3 കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ AB എന്ന് പറയുന്ന കോഡ് എക്സ്റ്റെൻഡ് ചെയ്യും. AB എന്ന് പറയുന്ന കോഡ് എക്സ്റ്റെൻഡ് ചെയ്യും. ഇവിടെ നിന്നിട്ട് ടാൻജൻറ്റ് വരക്കും. എന്നിട്ട് ഇവിടെ ചെയ്ത അതേ പ്രൊസീജിയർ ഇവിടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. അപ്പം നമുക്ക് കിട്ടുക ഡെൽറ്റ 3 ഈസ് ഈക്വൽ ടു ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 2 പ്ലസ് ഡെൽറ്റ 3 എന്നാണ്. ഓക്കെ, അതേപോലെ ഡെൽറ്റ 4 ഫോർത്ത് പോയിന്റിലേക്കുള്ള ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ അതുവരെയുള്ള ടാൻജൻഷ്യൽ ആംഗിൾസിൻ്റെ സമ്മ്. അതേപോലെ nth പോയിന്റിലേക്കുള്ള ഡെൽറ്റ ആംഗിൾസ് അതുവരെയുള്ള ടാൻജൻഷ്യൽ ആംഗിൾസിൻ്റെ സമ്മ്. ഇങ്ങനെയാണ് നമ്മുടെ റാങ്കൈൻസ് ഫോർമുലയിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡെൽറ്റ 1ഉം ഡെൽറ്റ 2 ഒക്കെ കാണാൻ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാപിറ്റൽ ഡെൽറ്റ 2 നമുക്ക് കാണാൻ പറ്റില്ലേ? ഓരോ പോയിൻറ്റിൻ്റെയും ക്യാപിറ്റൽ ഡെൽറ്റ 2. അപ്പോൾ ഈ ഡെൽറ്റ 1ഉം ഡെൽറ്റ 2 ഒക്കെ കാണാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. അതായത് ഡെൽറ്റ 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോയിൻറ്റിൻ്റെ ഈ കോഡും നമ്മുടെ റിയർ ടാൻജൻറ്റ് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ഡെൽറ്റ 1 എന്ന് പറഞ്ഞാൽ ആ ഫസ്റ്റ് കോഡിൻ്റെ ലെങ്ത്ത് C1 ആണെങ്കിൽ റേഡിയസ് ഓഫ് കർവ് R ആണെങ്കിൽ C1/R × 1718.9 എന്നാണ് ഡെൽറ്റ 1ൻ്റെ ഇക്വേഷൻ വരെ. ആൻഡ് ഇറ്റ് ഈസ് ഇൻ മിനിറ്റ്സ്. ദെൻ ഡെൽറ്റ 2 എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് പോയിന്റിലേക്കുള്ള ആംഗിൾ അല്ലേ, ടാൻജൻഷ്യൽ ആംഗിൾ അല്ലേ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരെ ഈ ഫസ്റ്റ് പോയിന്റിൽ നിന്ന് സെക്കൻഡ് പോയിന്റിലേക്ക് നമ്മൾ വരക്കുന്ന ഈ കോഡ് നമ്മൾ C2 എന്നായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്തത്. ഡെൽറ്റ 2 ഈസ് ഈക്വൽ ടു C2/R × 1718.9 മിനിറ്റ്സ്. സോ ഇതേപോലെ ഡെൽറ്റ n എന്ന് പറഞ്ഞാൽ CN/R × 1718.9 മിനിറ്റ്സ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമുക്ക് എക്സാമിന് വരുമ്പോൾ നമുക്ക് സിയും ആറൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടുപിടിച്ചതുപോലെ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയിനേജ് വെച്ചിട്ട് C1ഉം C2ഉം C3 ഒക്കെ കണ്ടുപിടിച്ചില്ലേ, ആറൊക്കെ കണ്ടുപിടിച്ചില്ലേ, അതേപോലെ പ്രോബ്ലം തന്നിട്ട് ഡെൽറ്റ 1ഉം ഡെൽറ്റ 2 ഒക്കെ നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് ആ സ്മോൾ ഡെൽറ്റ 1ഉം ഡെൽറ്റ 2 ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ക്യാപിറ്റൽ ഡെൽറ്റ 1ഉം ഡെൽറ്റ 2 ഒക്കെ കണ്ടുപിടിക്കും. അങ്ങനെയാണ് നമ്മളിതിൻ്റെ പ്രോബ്ലം എക്സാമിന് ചെയ്യുക. ഞാനതിവിടെ എക്സ്പ്ലെയിൻ ചെയ്യും ഒരു പ്രോബ്ലം. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമ്മൾ ഇങ്ങനെ നമുക്ക് ക്യാപിറ്റൽ ഡെൽറ്റ 2 ഡെൽറ്റ 3 ഒക്കെ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ കർവ് സെറ്റ് ഔട്ട് ചെയ്യും? അതാണ് ഞാൻ അടുത്തത് പറയാൻ പോകുന്നത്. അടുത്തത് പറയുമ്പോൾ നമുക്ക് T1 ഉണ്ട്. T1 എന്ന് പറയുന്നൊരു പോയിൻ്റ് ഉണ്ട്, പോയിൻ്റ് ഓഫ് കർവേച്ചർ നമുക്കുണ്ട്. ഇതൊരു ആംഗുലാർ മെത്തഡാണെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് വിയുടെ ഡയറക്ഷൻ അറിയാം. T1 വിയുടെ ഡയറക്ഷൻ അറിയാം. നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ് തിയോഡലൈറ്റാണ്. തിയോഡലൈറ്റ് നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ തിയോഡലൈറ്റിൽ 0 സെറ്റ് ചെയ്ത് നമ്മൾ ടെലിസ്കോപ്പിലൂടെ T1 വിയിലേക്ക് നോക്കും. T1 വി അലോങ് നമ്മൾ തിയോഡലൈറ്റിൻ്റെ 0 സെറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ആ തിയോഡലൈറ്റിൻ്റെ അപ്പർ ക്ലാമ്പിൽ യൂസ് ചെയ്തിട്ട് അതിൽ ഡെൽറ്റ 1 ആംഗിൾ സെറ്റ് ചെയ്യും.
Δ1 ആംഗിൾ നമ്മളിങ്ങനെ തിരിക്കുമ്പോഴത്തേക്ക് അല്ലേ, തിയോഡലൈറ്റ് ഇങ്ങനെ T1V നോക്കി നിൽക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ അതിൽ എന്ത് ചെയ്യും, ഒരു Δ1 ഇക്വലൻ്റ് ആയിട്ടുള്ള ആംഗിൾ നമ്മൾ അതിൽ സെറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ തിയോഡലൈറ്റിൻ്റെ ടെലിസ്കോപ്പ് ഇതാ ഈ ഒരു ഡയറക്ഷനിലേക്ക് നോക്കി നിൽക്കുകയായിരിക്കും. ഇങ്ങനെയാണ് ടെലിസ്കോപ്പ് ഉണ്ടാവുക. ഡെൽറ്റ ആംഗിൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ടെലിസ്കോപ്പ് ഈ ഒരു പൊസിഷനിലേക്ക് വരും. അപ്പോൾ നമ്മൾ ലൈൻ ഓഫ് സൈറ്റ് ഇപ്പോൾ എങ്ങനെയായി, ഈ Δ1 ആംഗിളിൻ്റെ ഡയറക്ഷനിലേക്കായി. നമ്മൾ എന്ത് ചെയ്യും, ഒരാൾ നമ്മളിവിടെ നിൽക്കും, തിയോഡലൈറ്റിൽ ഒരാൾ, ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനിൽ ഒരാൾ നിൽക്കും. ദെൻ ഒരാൾ എന്ത് ചെയ്യും, ഈ ലൈൻ ഓഫ് സൈറ്റിൽ ഫോർവേഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും അൺടിൽ ദ ലെങ്ത് C1 ഇസ് റീച്ച്ഡ്. ഓക്കെ, C1 റീച്ച് ചെയ്യുന്നവരെ. അപ്പോൾ ഈ C1 എത്തിയ ആൾ നിൽക്കും. എന്നിട്ട് അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി എപ്പോഴാണോ ഈ തിയോഡലൈറ്റിലൂടെ നോക്കുന്ന ആൾക്ക് അയാളുടെ ഈ ഇവിടെ നിൽക്കുന്ന ആളുടെ കയ്യിലുള്ള എയറോ കാണുന്നത്, ആ സമയത്ത് ആ എയറോ അയാൾ അവിടെ ഫിക്സ് ചെയ്യും. അതായത് പോയിന്റ് A ഫിക്സ്ഡ് ആയി. ഓക്കെ, ഒന്നുകൂടെ പറയുകയാണെങ്കിൽ T1V എന്നാണ് നമ്മുടെ ആദ്യത്തെ ലൈൻ ഓഫ് സൈറ്റ് ഉണ്ടായിരുന്നത്. തിയോഡലൈറ്റിൻ്റെ 0 നമ്മൾ T1V ഡയറക്ഷനിൽ സെറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ തിയോഡലൈറ്റിൻ്റെ അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്തു. അതിൽ Δ1 ആംഗിൾ സെറ്റ് ചെയ്തു. Δ1 ആംഗിൾ സെറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് ഇങ്ങനെയായി. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരാൾ ഇവിടെ നിൽക്കുക, എന്നിട്ട് അടുത്ത ആൾ C1 ഡിസ്റ്റൻസ് ഇവിടേക്ക് മൂവ് ചെയ്യുക. മൂവ് ചെയ്താലും ചിലപ്പോൾ ഇങ്ങോട്ടൊക്കെ ആയിപ്പോൾ അയാൾ നടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഇവിടെ നിന്നിട്ട് അയാൾ കുറച്ച് ഇങ്ങോട്ടൊക്കെ നടക്കും. അപ്പോൾ ഏത് പോയിന്റിലാണ് ഇവിടെ നിൽക്കുന്ന ആൾക്ക് തിയോഡലൈറ്റിൻ്റെ ടെലിസ്കോപ്പിലൂടെ ഈ A പോയിന്റിൽ നിൽക്കുന്ന ആളെ കാണുന്നത്, ആ പോയിന്റിൽ അയാൾ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ആ പോയിന്റിൽ ഒരു എയറോ ഫിക്സ് ചെയ്യും. പോയിന്റ് A ഫിക്സ്ഡ് ആയി. ഇനി എന്ത് ചെയ്യും അയാൾ, നമ്മൾ പിന്നെയും വീണ്ടും നമ്മൾ ഈ T1 തന്നെയാണ് നമ്മൾ ഇൻസ്ട്രുമെൻ്റ് ഉള്ളത്. നമ്മൾ അതിലെന്ത് ചെയ്യും, Δ2 ആംഗിൾ ഫിക്സ് ചെയ്യും. അതായത് ഇങ്ങനെയുള്ള നമ്മൾ തിയോഡലൈറ്റിൽ നമ്മൾ Δ2 ആംഗിൾ ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ലൈൻ ഓഫ് സൈറ്റ് ബിയിലേക്ക് ഡയറക്റ്റഡ് ആയിരിക്കും അല്ലേ, ബിയിലേക്ക് ഡയറക്റ്റഡ് ആയിരിക്കും. ഓക്കെ, എന്നിട്ട് ഈ എയിലുള്ള ആൾ എന്ത് ചെയ്യും, എയിലുള്ള ആൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. എന്ന് C2 ഡിസ്റ്റൻസിലേക്ക് മൂവ് ചെയ്യും. C2 ഡിസ്റ്റൻസിലെത്തി കുറച്ച് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ നടന്ന് കഴിയുമ്പോഴത്തേക്ക് ഇയാൾക്ക് ഇവിടെയുള്ള ആളെ കാണാൻ കഴിയും ടെലിസ്കോപ്പിലൂടെ. ആ കാണാൻ കഴിയുന്ന പോയിന്റിൽ നമ്മൾ എയറോ ഫിക്സ് ചെയ്യും. അത് പോയിന്റ് B. അതേപോലെ C സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ തിയോഡലൈറ്റിൽ എന്ത് ചെയ്യും, Δ3 ആംഗിൾ സെറ്റ് ചെയ്യും. എന്നിട്ട് Bന്ന് C3 ഡിസ്റ്റൻസ് എടുത്ത് നമ്മൾ ഒരാൾ ഇങ്ങോട്ടേക്ക് നടക്കും. എന്നിട്ട് ആ പോയിന്റ് C ഫിക്സ് ചെയ്യും. ഇങ്ങനെ ഡിഫ്ലക്ഷൻ ആംഗിൾ ഈ തിയോഡലൈറ്റ് എടുത്തെടുത്ത് നമ്മൾ എല്ലാ പോയിൻറ്സും ഫിക്സ് ചെയ്യും. ഇങ്ങനെയാണ് റാങ്കൈൻസ് മെത്തേഡ്. ഓക്കെ, സോ നമുക്ക് ഒരു പ്രോബ്ലം റാങ്കൈൻസ് മെത്തേഡ് വെച്ച് ചെയ്യാം. നമ്മൾ സെയിം പ്രോബ്ലം, കഴിഞ്ഞ അതേ പ്രോബ്ലമാണ്. ആ പ്രോബ്ലം ഞാൻ റാങ്കൈൻസ് മെത്തേഡ് വെച്ചിട്ട് സെറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വായിച്ചു തരാം. 2 tangents intersect at chain edges 59 plus 60. The deflection angle being 50 degree 30 minutes. Calculate the necessary data for setting out a curve of 15 chains radius to connect the 2 tangents if it is intended to set out the curve by ഇതിന് ശേഷം റാങ്കൈൻസ് മെത്തേഡ് എഴുതാം. If it is intended to set out the curve by Rankines method, take peg interval equal to 100 links, length of the chain being equal to 20 meters. നമ്മൾ സെയിം പ്രോബ്ലം, അപ്പോൾ ഈ ഒരു പ്രോബ്ലം റാങ്കൈൻസ് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ V എന്ന് പറയുന്ന പോയിന്റിൻ്റെ ചെയിനേജ് അറിയാം. T1V കാൽക്കുലേറ്റ്, ഈ ഡിഫ്ലക്ഷൻ ആംഗിൾ, ടോട്ടൽ ഡിഫ്ലക്ഷൻ ആംഗിൾ അറിയാം. അത് വെച്ച് നമ്മൾ T1V കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് Vയുടെ ചെയിനേജിൽ നിന്ന് T1V മൈനസ് ചെയ്ത് T1ൻ്റെ ചെയിനേജ് കാണുക, T2ൻ്റെ ചെയിനേജ് കാണുക. ഇത്രയും ചെയ്ത് വെക്കുക. T2ൻ്റെ ചെയിനേജ് കാണുക. ദെൻ T1A എന്ന് പറയുന്ന സബ് കോഡിൻ്റെ ലെങ്ത്ത് 9.48 കിട്ടിയില്ലേ, അത് ചെയ്ത് വെക്കുക. ബാക്കിയുള്ള ഓരോ സബ് കോഡിൻ്റെയും ലെങ്ത്ത് 20 മീറ്റർ ആണെന്ന് നമുക്ക് അറിയാം. അങ്ങനത്തെ 12 സെക്ഷൻസ് ഉണ്ട്. 20 മീറ്ററുള്ള 12 സെക്ഷൻസ് ഉണ്ട്. ദെൻ ലാസ്റ്റ് സബ് കോഡിൻ്റെ ലെങ്ത്ത് 14.94 മീറ്റർ ആയിരുന്നു കിട്ടിയത്. ഇത്രയും നിങ്ങൾ ഈ പ്രോബ്ലത്തിലും ചെയ്ത് വെക്കുക. ദെൻ റേഡിയസ് ഇസ് 15 chains, ദാറ്റ് ഇസ് 300 മീറ്റർ. ഇതൊക്കെ ഓർത്ത് വെക്കുക. എന്നിട്ട് എങ്ങനെയാണ് ഇത് റാങ്കൈൻസ് മെത്തേഡിൽ ചെയ്യാമെന്ന് ഞാൻ പറയാം. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ പ്രോബ്ലത്തിൻ്റെ സെയിം ആണ്. ഓക്കെ, ദെൻ റാങ്കൈൻസ് മെത്തേഡ് വെച്ചിട്ട് ചെയ്യാൻ നമുക്ക്
പോയിന്റ് ഓഫ് കർവേച്ചർ T1 ഉണ്ട്, T1 V അറിയാം. ദെൻ നമ്മുടെ കർവ്, ഈ കർവിൽ ഫസ്റ്റ് പോയിന്റ് A B C ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ റാങ്കൈൻസ് മെത്തേഡ് വെച്ചാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡെൽറ്റ ആംഗിൾ കാണുകയാണ് ഓരോ പോയിന്റിലേക്കുള്ള Δ1, Δ2, Δ3 അങ്ങനെ. Δ1 എന്ന് പറഞ്ഞാൽ ഈ A എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമ്മൾ റിയർ ടാൻജൻറ്റ് എന്നുള്ള ഡിസ്റ്റൻസ്, Δ2 എന്ന് പറഞ്ഞാൽ B എന്ന് പറയുന്ന പോയിന്റിലേക്ക് റിയർ ടാൻജൻറ്റ് എന്നുള്ള ഡിസ്റ്റൻസ് അല്ല കേട്ടോ, ആംഗിൾ. ദെൻ Δ3 എന്ന് പറഞ്ഞാൽ നമ്മൾ റിയർ ടാൻജൻറ്റ് സിയിലേക്കുള്ള ആംഗിൾ. ഇതൊക്കെ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അതിന് നമ്മളെടുത്ത് ഇൻബിൽറ്റ് ഫോർമുലയുണ്ട്. Δ1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടാൻജൻഷ്യൽ ആംഗിളിന് ഈക്വലാണ്. ഫസ്റ്റ് ടാൻജൻഷ്യൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ കോഡും നമ്മൾ റിയർ ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിൾ. Δ2 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ രണ്ട് ടാൻജൻഷ്യൽ ആംഗിളിൻ്റെ സമ്മിന് ഈക്വലാണ്. നമ്മളിപ്പോൾ മെത്തേഡ് പറഞ്ഞില്ലേ അല്ലേ. ദെൻ Δ3 എന്ന് പറഞ്ഞാൽ Δ1 പ്ലസ് സ്മോൾ Δ1 പ്ലസ് സ്മോൾ Δ2 പ്ലസ് സ്മോൾ Δ3. ഇനി ഈ Δ1ഉം Δ2 എങ്ങനെ കണ്ടുപിടിക്കും? Δ1നും Δ2നും ഒക്കെ നമ്മളടുത്ത് ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഡെൽറ്റയുടെ ഇക്വേഷൻ? 1718.9 ഇൻറ്റു, ഇപ്പോൾ എയുടെ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അതിൻ്റെ കോഡ് ലെങ്ത് ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ, ഇതാണ് ഡെൽറ്റേൻ്റെ പൊതുവായിട്ടുള്ള ഇക്വേഷൻ. ഡെൽറ്റ ഈസ് ഈക്വൽ ടു സ്മോൾ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 1718.9 ഇൻറ്റു സി ബൈ ആർ. അപ്പോൾ ഫോർ ഫസ്റ്റ് പോയിന്റ് എ ഡെൽറ്റയാണ് നമുക്ക് Δ1 എന്ന് വിളിക്കാം, ഈക്വൽ ടു 1718 ഇൻറ്റു സി ബൈ ആർ, വെർ സി ഈസ് ദി ലെങ്ത് ഓഫ് കോഡ് ആൻഡ് ആർ ഈസ് ദി റേഡിയസ്. അതിൽ 1718.9 ഇടണേ. ഫസ്റ്റ് കോഡ് ലെങ്ത് നമുക്ക് എത്ര കിട്ടി? സബ് കോഡിൻ്റെ ലെങ്ത്ത് 9.48 അല്ലേ. കഴിഞ്ഞ പ്രോബ്ലം നോക്കാം, 9.48 ആണ് C1 നമുക്ക് കിട്ടിയത്. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 9.48 ഡിവൈഡ് ബൈ ആർ ഇസ് 300. അപ്പോൾ Δ1 നമുക്ക് കിട്ടി. ഇത് കിട്ടുക മിനിറ്റ്സിലാണ്, 54.32 മിനിറ്റ്സ്. ഓക്കെ, ഇനി ഫോർ സെക്കൻഡ് പോയിന്റ് ഏതാണ്? ഫോർ സെക്കൻഡ് പോയിന്റ് ബി Δ2 കാണണം. Δ2 ഈസ് ഈക്വൽ ടു 1718.9 ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ എയും ബിയും തമ്മിലുള്ള കോഡ് ലെങ്ത് ആണ് ബൈ ആർ. അപ്പോൾ നമുക്കറിയാം എയും ബിയും തമ്മിലുള്ള കോഡ് ലെങ്ത് ഈസ് ഈക്വൽ ടു 1 ചെയിൻ, ദാറ്റ് ഈസ് 20 മീറ്റർ. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ തന്നെ അതിനെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ബൈ 300. ഇപ്പോൾ Δ2 ചെയ്ത് നമുക്ക് കിട്ടുക 114.593 എന്നാണ്. മിനിറ്റ്സ് ആണ്, 114.593 മിനിറ്റ്സ്. ഓക്കെ, ഇനി Δ3 എന്ന് പറഞ്ഞാൽ ഈ സിയുടെ ടാൻജൻഷ്യൽ ആംഗിളാണ്. അത് കിട്ടുക 1718.9 ഇൻറ്റു സി ബൈ ആർ എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ വീണ്ടും ബിയും സി ടാൻജൻസി പോയിന്റ് കർവേച്ചർ പോയിന്റിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് ഒഴിച്ച് ബാക്കി എ ടു ബിയും ബി ടു സിയും സി ടു ഡിയും ഡി ടു ഇ ഒക്കെ എത്രയാണ്? 20 മീറ്റർ ആണ്. 1718.9 ഇൻറ്റു 20 ബൈ 300 സെയിം കിട്ടും 114.593. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ എത്ര പോയിന്റ്സ് ഉണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്? നമുക്ക് ഇങ്ങനത്തെ 13 പോയിന്റ്സ് ഉണ്ട് അല്ലേ. ഈ 13 എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായോ? ഞാനിവിടെ നമ്മൾ ഇന്നലെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് ഫുൾ സ്റ്റേഷൻ 12 എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. അതായത് ബി ആണ് നമ്മളെ ഫസ്റ്റ് ഫുൾ സ്റ്റേഷൻ. ഇപ്പോൾ ബി സി 2 3 4 5 6 12 ഫുൾ സ്റ്റേഷൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. ദെൻ ഇത് T1 ആണ്, ഇത് T2 ആണ്. ദെൻ ഇവിടെ ഒരു എ ഉണ്ട്. ഓക്കെ, അപ്പോൾ 12 ഫുൾ സ്റ്റേഷൻസ് ഉണ്ടെന്ന് നമ്മൾ ഇന്നലെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 12 ഫുൾ സ്റ്റേഷൻ ഉണ്ടാകുമ്പോൾ ഈ ബിയിലേക്കുള്ള ആംഗിൾ Δ2, ഈ ബിയിലേക്കുള്ള ആംഗിൾ Δ2, Δ3, Δ4, Δ5, Δ6, Δ7, Δ8, Δ9, Δ10, Δ11, Δ12, Δ13. ഈ Δ13 എടുക്കുമ്പോൾ പോലും നമ്മുടെ കോഡ് ലെങ്ത് 20 മീറ്ററും
റേഡിയസ് 300 ആണ്. അപ്പോൾ ഈ 1718.9 ഇൻറ്റു സി ഡിവൈഡ് ബൈ ആർ എന്ന് പറയുന്ന വാല്യൂവിന് ഡെൽറ്റ 13 വരെ ഒരു മാറ്റവും ഇല്ല. കാരണം എന്താ, ഈ ഏത് പോയിന്റിലേക്ക് എടുത്താലും സി ഈസ് ഈക്വൽ ടു 20 മീറ്റർ ആണ്, ആർ ഈസ് ഈക്വൽ ടു 300 ആണ്. അപ്പോൾ ഈ വാല്യൂ ചെയ്താൽ 114.593 ആണ് കിട്ടുക. ഡെൽറ്റ 2 മുതൽ ഡെൽറ്റ 13 വരെ നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്താൽ നമുക്ക് ആൻസർ 114.593 ആണ് കിട്ടുക. കാരണം ഈ 12 പോയിൻറ്റ്സിനും ഓരോന്നിൻ്റെയും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് 20 മീറ്ററും റേഡിയസ് 300 ആണ്. അങ്ങനെ ഡെൽറ്റ 2 ടു ഡെൽറ്റ 13 നമുക്ക് 114.593 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് പോയിന്റ് T1ൻ്റെ ഡിഫ്ലക്ഷൻ ആംഗിളാണ് കിട്ടേണ്ടത്. T1ൻ്റെ ഡിഫ്ലക്ഷൻ ആംഗിൾ ഫോർ ലാസ്റ്റ് പോയിന്റ് T1 ഡെൽറ്റ 14 എന്ന് വിളിക്കാം നമുക്കതിനെ. ഡെൽറ്റ 14 ഈസ് ഈക്വൽ ടു 1718.9 ഇൻറ്റു സി ബൈ ആർ തന്നെ ആണ്. ദാറ്റ് ഈസ് 1718.9 ഇൻറ്റു ലാസ്റ്റ് സബ് കോർഡിനേറ്റ് ലെങ്ത് 14.94 ആണ് നമുക്ക് കഴിഞ്ഞ പ്രോബ്ലത്തിൽ കിട്ടിയത്, ഡിവൈഡ് ബൈ 300. അത് ചെയ്ത് നമുക്ക് 85.592 മിനിറ്റ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ സ്മോൾ ഡെൽറ്റ ടാൻജൻഷ്യൽ ആംഗിൾസ് മുഴുവൻ നമുക്ക് കിട്ടി, എല്ലാ പോയിൻറ്റ്സിൻ്റെയും ടാൻജൻഷ്യൽ ആംഗിൾസ് കിട്ടി. പക്ഷേ റാങ്കൈൻസ് മെത്തേഡ് വെച്ച് നമുക്കൊരു കർവ് സെറ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ ആ സ്മോൾ ഡെൽറ്റ പോരാ, ടാൻജൻഷ്യൽ ആംഗിൾസ് പോരാ, നമുക്ക് ഡിഫ്ലക്ഷൻ ആംഗിളാണ് വേണ്ടത്. അപ്പം നിങ്ങൾ ഒരു കോളം വരയാം, ഡിഫ്ലക്ഷൻ ആംഗിൾ തിയോഡലൈറ്റ് റീഡിങ്ങിന് വേണമെങ്കിൽ നിങ്ങൾ 0 ഡിഗ്രി മിനിറ്റ് സെക്കൻഡ്സ് ആക്കിക്കോ. ദെൻ ഡിഫ്ലക്ഷൻ ആംഗിൾ ഡെൽറ്റ 1 ഈസ് ഈക്വൽ ടു സ്മോൾ ഡെൽറ്റ 1 അല്ലേ, നമ്മൾ തിയറി പറഞ്ഞതാണ്. അതിൻ്റെ റീഡിങ് എത്ര നമുക്ക് കിട്ടുന്നത് 54 ഡെൽറ്റ 1 54.32 മിനിറ്റ്സ് എന്നല്ലേ കിട്ടിയേ. ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ഇങ്ങനെ ഡിഗ്രി മിനിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയും ഇല്ലേ. കാൽക്കുലേറ്ററിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 54 മിനിറ്റ്സ് 19 സെക്കൻഡ്സ് എന്നാണ് കിട്ടുക. ദെൻ ഡെൽറ്റ 2ൻ്റെ ആൻസർ ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 2 ആണ്. ഡെൽറ്റ 1 54.32 മിനിറ്റ്സ്, ഡെൽറ്റ 2 114.593. ഇത് രണ്ടും ആഡ് ചെയ്യാം, 54.32 പ്ലസ് 114.593 ചെയ്താൽ നമുക്ക് 2 ഡിഗ്രി 48 മിനിറ്റ്സ് 54.6 സെക്കൻഡ്സ് കിട്ടും. ഓക്കെ, ദെൻ ഡെൽറ്റ 3 എന്ത് കിട്ടും, ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 2 പ്ലസ് ഡെൽറ്റ 3 അതേപോലെ ആഡ് ചെയ്ത് ഡെൽറ്റ 14 വരെ ചെയ്യുക. ഈ ക്യാപിറ്റൽ ഡെൽറ്റ 14 എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നൊരു ഡിഫ്ലക്ഷൻ ആംഗിൾ ഇല്ലേ ക്വസ്റ്റ്യനിൽ 50 ഡിഗ്രി എന്തായിരുന്നു ക്വസ്റ്റ്യൻ, 50 ഡിഗ്രി 30 മിനിറ്റ്സ് ടോട്ടൽ ഡിഫ്ലക്ഷൻ ആംഗിൾ, അതായത് വെർട്ടെക്സിൽ ഉണ്ടാകുന്നൊരു ഡിഫ്ലക്ഷൻ ആംഗിൾ നമുക്ക് തന്നിട്ടില്ലേ 50 ഡിഗ്രി 30 മിനിറ്റ്സ്. ഈ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഡെൽറ്റ 14 എന്ന് പറഞ്ഞാൽ ആ തന്ന ഡെൽറ്റയുടെ ഒരു ചെക്കാണ് കേട്ടോ. ഡെൽറ്റ 14 നമ്മളെങ്ങനെ കാണും, ഡെൽറ്റ 1 ഡെൽറ്റ 2 എക്സെട്ര ഡെൽറ്റ 14 വരെ ആഡ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഡെൽറ്റ 14 കിട്ടുക. അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഒരു ചെക്ക് ചെയ്യാം. ചെക്ക് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കിട്ടുന്ന ലാസ്റ്റ് ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്ന ആ ടോട്ടൽ ഡിഫ്ലക്ഷൻ ആംഗിൾ ഇല്ലേ അതിന് ഇക്വലൻ്റ് ആയിരിക്കണം, 1/2 ഇൻറ്റു 50 ഡിഗ്രി 30 മിനിറ്റ്സിന് ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്തതൊക്കെ കറക്റ്റാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ റാങ്കൈൻസ് മെത്തേഡ് വെച്ച് കർവ് സെറ്റ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ സ്മോൾ ഡെൽറ്റയും കണ്ടുപിടിക്കുക, അത് യൂസ് ചെയ്തിട്ട് ക്യാപിറ്റൽ ഡെൽറ്റ കണ്ടുപിടിച്ച് ഇങ്ങനെ ഒരു കോളം ആക്കി എഴുതാം. ചിലപ്പോൾ നിങ്ങളോട് പറയും തിയോഡലൈറ്റിൻ്റെ എന്താണ് ലീസ്റ്റ് കൗണ്ട് 20 സെക്കൻഡ്സ് ആണെന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ഈ സെക്കൻഡ്സ് ഈ 19 എന്നൊക്കെ എഴുതുന്നതിന് പകരം അത് 19 നമുക്ക് നിയറസ്റ്റ് സെക്കൻഡ്സിലേക്ക് എങ്ങനെ റൗണ്ട് ചെയ്യാം, 19 സെക്കൻഡ്സിന് നമുക്ക് ഓൾമോസ്റ്റ് 20 സെക്കൻഡ്സിന് എടുക്കാം. ഈ 54.6 മിനിറ്റ്സിന് നമുക്ക് ഓൾമോസ്റ്റ് 60 എടുക്കാം. അങ്ങനെ ഈ പോയിൻ്റൊക്കെ ഒഴിവാക്കി നിയറസ്റ്റ് ഇൻറ്റിജറിലേക്ക് റൗണ്ട് ചെയ്ത് എഴുതുക. നമുക്ക് എപ്പോഴാണ് അങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ചാൽ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയാണ് തിയോഡലൈറ്റിൻ്റെ ലീസ്റ്റ് കൗണ്ട് 20 സെക്കൻഡ്സ് ആണ് നമ്മളോട് പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ പോയിൻറ്റോ 20നെ മൾട്ടിപ്പിളാക്കി എഴുതുക ഈ ലാസ്റ്റ് റീഡിങ്. ഓക്കെ, അങ്ങനെ ചെയ്താൽ നിങ്ങൾ ആൻസർ കറക്റ്റാവും. അങ്ങനെ ചെയ്യേണ്ട നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ഇതേപോലെ എഴുതിയാൽ മതി. അങ്ങനെ ചോദിക്കാറില്ല സാധാരണ, ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ കാണുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്.
ജസ്റ്റ് ഓരോ സ്മോൾ ഡെൽറ്റയും കാണാം, അത് വെച്ചിട്ട് ക്യാപിറ്റൽ ഡെൽറ്റ കാണാം. കറസ്പോണ്ടിങ് തിയോഡലൈറ്റ് റീഡിങ് നമ്മളൊരു ടാബുലർ കോളമായിട്ട് ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇങ്ങനെയാണ് റാങ്കൈൻസ് മെത്തേഡിൽ നമ്മൾ സെറ്റ് ഔട്ട് ചെയ്യുന്നത് കർവ്.